ഓ മൈ ഗോഡ്. നമ്മളിപ്പോൾ പോലീസ് ചെക്ക് പോസ്റ്റിൽ പെട്ടു. എൻ്റെ ഫ്യൂവൽ മീറ്റർ കണ്ടോ, ഓൾമോസ്റ്റ് എം ടി. സോ ഗൈസ്, നമ്മളങ്ങനെ ഇറങ്ങി. സോ ടുഡേസ് ഡെസ്റ്റിനേഷൻ ഇസ് കൊടൈക്കനാൽ. സോ ടുഡേസ് ഡെസ്റ്റിനേഷൻ ഇസ് ഫ്രം വയനാട് ടു കൊടൈക്കനാൽ. ഏകദേശം 340 കിലോമീറ്റേഴ്സ് ഉണ്ട്. ആൻഡ് ടുഡേസ് ജേർണി ഇസ് ലിറ്റിൽ ലോnger, so it might take little time to reach. എന്താ പറഞ്ഞ ഈ പാസോ? സോ മോനെ നോക്ക്, എന്തൊരു ഫോഗാണ്. ഇപ്പം മണി 7:30 ആയി. ഞങ്ങൾ 7:20 ഇറങ്ങി ഇവിടുന്ന്. ആൻഡ് വി ആർ ഗോയിങ് ഓൺ ദ വേ ടു ദ മെയിൻ റോഡ്. ടെമ്പറേച്ചർ ഇസ് അറൌണ്ട് 18 ഡിഗ്രി സെൽഷ്യസ്. 15 to 18 ഉള്ളിലാണ് ഉണ്ടാവുക ടെമ്പറേച്ചർ. ഇറ്റ്സ് വെരി കോൾഡ്. യു ക്യാൻ സീ ഓൾ ദ ഫോഗ് ആൻഡ് എവറിത്തിങ് ഇൻ ദ ഫ്രണ്ട്. Yeah man, today's the day first of the trip. We have a long journey today, 340 kilometers, and we have to cover it very soon today. Okay, the backpack which we have tied in the back side of my seat കുറച്ച് മുമ്പിലേക്ക് വരുന്നുണ്ട്. Okay, I can't see anything. The sunshine is so bright. I think I have to. Now we have to refuel cheyanam. You can see almost it is getting empty. So full tank adikanam. Oh my god, it's getting very tough to ride. കണ്ണിൻ്റെ നേരെ കറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നുണ്ട്. Yeah, here comes a bad road. Bad roads. The problem with bad roads is the backpack which I have tied in the back is coming front. അത് സ്ലൈഡ് ആയി മുമ്പിലേക്ക് വരുന്നുണ്ട്. സോ അടുത്ത സ്റ്റോപ്പിൽ I have to like tie it little tighter. ഇനി നാളത്തെ പ്ലാൻ എന്താണെന്ന് നിങ്ങൾക്ക് ഓൺ ദ വേയിൽ മനസ്സിലാവും. ഇന്നത്തെ പ്ലാനാണ് വയനാട് ടു കൊടൈക്കനാൽ. ആൻഡ് കൊടൈക്കനാലിൽ നമ്മൾ നേരത്തെ എത്തുവാണെങ്കിൽ വിൽ എക്സ്പ്ലോർ ഓർ നോട്ട്. ഞാൻ ഇന്നലെ ഒരു ബാലക്ലവ മേടിച്ചിരുന്നു ഇവിടെ ലോക്കൽ ഷോപ്പിൽ നിന്ന്. അപ്പം അതുകൊണ്ട് ഐ ഹാവ് ടൈഡ് ഇറ്റ് ഇൻ മൈ ഫുൾ ഫേസ് ആൻഡ് ഇറ്റ്സ് കവറിങ് മൈ ഹോൾ മൗത്ത് ടു. യാ, സോ ഇറ്റ്സ് ഗെറ്റിംഗ് ലിറ്റിൽ ടഫർ ടു വ്ലോഗ് ഇൻസൈഡ് ദ ഹെൽമെറ്റ്. എനിക്ക് ടയറും മാറ്റാനുള്ള സമയമായി. ടയർ സ്റ്റാർട്ടിങ് ടു സ്കിഡ്, കുറച്ച് സ്കിഡ് ആവാൻ തുടങ്ങുന്നുണ്ട്. ഗ്രേവൽ റോഡ്സ് ആൻഡ് ചെറിയ പോട്ട് ഹോൾസിലൊക്കെ ലേശം ഇങ്ങനെ സ്കിഡ് ആവും, വോബിളാവും ഇങ്ങനെ. ഓ ഷിറ്റ്. ഫോഗ് കാരണം പ്ലസ് സൺലൈറ്റിൻ്റെ ഇത് കാരണം ഐ എം നോട്ട് ഏബിൾ ടു സീ ദ റോഡ് ക്ലിയർലി. ആൻഡ് യെസ്, ഫ്രം ഹിയർ വി ആർ ഗോയിങ് all the way to right. Okay, I don't know why this way is going, but maps la avaru kanikana. Okay guys, so ഞാൻ പറയാൻ മറന്നു, who all are following us and who is joining us in this trip. So that Enfield Classic
belongs to Mr. Aryan, who is the owner of that hotel which we stayed yesterday. And you know that in my family vlogil kuda njan avarde hotel stay cheyidunna, so aa hotel the owner aanu Aryan. The backside who is the pillion is Aryan's classmate. Roads are pretty good now, and he told that we have to refuel, so refuel cheyidittu namukku front il kaanam. Guys, quick update, fuel full I have filled the tank completely because you have to travel a long distance. പിന്നെ നിർത്തി ഫ്യൂവൽ അടിക്കാൻ പറ്റില്ല ബിക്കോസ് ടൈമിൻ്റെ കുറവുണ്ട്. വി ഹാവ് ഓൺലി ലെസ് ടൈം ടു കവർ. ഇപ്പം തന്നെ മണി 8 hours 4 minutes കാണിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ഗൂഗിൾ. ഓക്കെ, നമ്മൾ ബ്രേക്കൊക്കെ എടുത്ത് പതുക്കെ പോകുമ്പോഴേക്കും ഏകദേശം ഒരു 10 to 12 hours ആവും എന്ന് വിചാരിച്ചോ. So it's going to take a long time, maybe longer than that depending upon the traffic. So yeah, ഞാൻ 710 rupees full tank അടിച്ചു. And now we don't have anything to stop, we just have to go on. In between നമ്മൾ ടീ ബ്രേക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിർത്തും, but not sure about that for now. At least now it's only 6:48 in the morning. Maybe by 8 or 8:30 by 8:30 we'll stop maybe. And he's leading me because I don't know the route from here. And Google Maps, you know, right, 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. So he's leading the route and I am following him. So yes, look at the area, nature, like what a beautiful climate. At least ഇവിടെ ഒരു 10 to 12 degrees Celsius ഉണ്ടാവും. അത്രയും കൂളാണ്, ഭയങ്കര കൂളാണ്. And look at the front view, full fog. ഞാൻ ഹോട്ടലായിരുന്നപ്പോഴും കംപ്ലീറ്റ് ഫോഗിൽ കവേർഡ് ആയിരുന്നു. ബട്ട് ഞാൻ വ്ളോഗ് ചെയ്തില്ല DSLR എടുത്ത് ബിക്കോസ് ആര്യൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഷോ ദർ ഫേസസ് മച്ച്, സോ ഐ ഡിഡ്ന്റ് വ്ളോഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. സോ ഐ എം ഡൂയിങ് എ മോട്ടോ വ്ളോഗ് നൗ. ആൻഡ് ലുക്ക് അറ്റ് ദ ക്ലൈമറ്റ് മാൻ, ലുക്ക് അറ്റ് ദ ഏരിയ. We have more 325 kilometers to Kodaikanal. Guys, again I'm disappointed that നമ്മുടെ ചാർജർ പോയോന്നറിയില്ല. ലൂസ് കോണ്ടാക്റ്റ് ആണെന്ന് തോന്നുന്നു. എവിടെയെങ്കിലും ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് പോയി ചെക്ക് ചെയ്യണം. ഷിറ്റ് മാൻ, ഫസ്റ്റ് ഡേ തന്നെ ചാർജർ പോയി. ഇപ്പം എന്താ ചെയ്യുക? ഞാൻ റൂമിൽ നിന്ന് വേറെ ചാർജ് ചെയ്തില്ല ഫോണ്. ഞാൻ കരുതി ബൈക്കിൽ ചാർജ് ചെയ്തിട്ട് ഓൺ ദ വേയിൽ അങ്ങനെ പോകുമ്പോൾ ചാർജ് ആയിക്കോളും എന്ന് വെച്ചിട്ട് ഞാൻ ചാർജ് ചെയ്തില്ല. ഇപ്പം ഫോണിലൊക്കെ 10% ഉള്ളൂ. ഇത് കണ്ടോ ഗൈസ്, വി ആർ ഇൻ തമിഴ്നാടു. വിത്തിൻ ഹാഫ് ആൻ അവർ 40 minutes വി റീച്ച് തമിഴ്നാടു. ഈ വീടും പരിസരമൊക്കെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ദ ഡിഫറൻസ് ബിറ്റ്വീൻ കേരള ആൻഡ് തമിഴ്നാട്. ജസ്റ്റ് ഒരു 10 kilometers ഡിഫറൻസ് ആണ് വാട്ട് യു ആർ സീയിങ്. ഇവിടെ ക്ലൈമറ്റ് ഭയങ്കര ലോ ആണ്. And my armor jacket can't withstand, man. I have bought a leather jacket. I have to change now whenever I stop. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്യാമറ ഇടയ്ക്കിടയ്ക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്നുണ്ട്. ഐ തിങ്ക് എന്തോ സെറ്റിങ്സ് മാറിയെന്ന് തോന്നുന്നു ഇന്നലെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ. സോ ഇടയ്ക്കിടയ്ക്ക് അത് കട്ട് ആവുന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഓൺ ചെയ്ത് ഫുട്ടേജ് എടുക്കുന്നില്ല. സോ മേ ബി ഇനി എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ ചെക്ക് അപ്പ് ദ സെറ്റിങ്സ്. ഐ ഡോണ്ട് നോ വാട്ട്സ് റോങ് മാൻ. ഇവിടെ ചാർജർ പോയി, ഇവിടെ ക്യാമറ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവാണ്. ഈ ട്രിപ്പിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. ഇതൊരു ചെറിയൊരു ടൗൺ വന്നു. നമ്മൾ ഊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മോർ 250 kilometers to Kodaikanal. ഓൺലി തിങ് ഇസ് ദാറ്റ് ചാർജിങ് പോയിന്റ് ഇല്ല മാൻ. എൻ്റെ ഒരു പവർ ബാങ്ക് വെച്ചാൽ ഞാനിപ്പോൾ ഓടിക്കണ കാര്യങ്ങൾ. അതും 10,000 mAh ഉള്ളൂ. ബാറ്ററി ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആവുന്നുണ്ട്. ഐ മീൻ ക്യാമറ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ക്രീനിൽ നോക്കണേ. ഭയങ്കര തണുപ്പ്. This amazing view and amazing climate. എന്താ പറയാ, Aryan is leading us because he is having Google Maps. I'm not having. Oh wow, look at the scenery. ഇത്ര നേരം വലിയ സീനറി ഒന്നും വന്നിരുന്നില്ല. Now we are getting scenery. അതുകൊണ്ട് ഞാൻ ക്യാമറ ഓൺ ചെയ്തൊക്കെ ക്യാപ്ചർ ചെയ്യണം. Look
look at this view. Oh wow. Wow. Treat man, treat to the eyes. ഓക്കെ, ഞങ്ങളുടെ സ്പീഡ് ലിമിറ്റ് ഓൾമോസ്റ്റ് 50-60 ഇങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണത്. വി ആർ നോട്ട് ഓവർ സ്പീഡിങ് ഓർ ഞങ്ങൾ ഓവർ സ്ലോ ആയിട്ട് പോകുന്നില്ല. ബിക്കോസ് ഞങ്ങൾക്ക് കൊടൈക്കനാൽ വരെ എത്തണം. ഇവിടുന്ന് ഊട്ടിയിൽ നിന്ന് ഇറങ്ങി കോയമ്പത്തൂർ വഴി വി ഹാവ് ടു ഗോ. വി ഹാവ് മോർ 84 kilometers to Coimbatore. Oh wow. Oh. Look at that. Wow. I don't have any words to say, man. I don't have any words. Anda bangi. So look at the place, guys. We are in Koonur now. You can see the railway track. ഈ റെയിൽവേ ട്രാക്കിൽ കൂടെയാണ് ഊട്ടി ട്രെയിനൊക്കെ പോകുന്നത്. വി ആർ ഓൾമോസ്റ്റ് അറൌണ്ട് 60 to 70 kilometers away from Coimbatore. സോ കോയമ്പത്തൂരിൽ ഇറങ്ങും ആൻഡ് ദെൻ അവിടുന്ന് നമ്മൾ വേറെ റൂട്ട് പിടിച്ച് പോകും കൊടൈക്കനാൽ. യെസ്, ഐ എം ഓൾസോ സ്റ്റാൻഡിങ് ഹിയർ. ഈ തണുപ്പ് കൊണ്ട് മടുത്തു. അതുകൊണ്ട് ഇപ്പോൾ നല്ല വെയിലുള്ളതുകൊണ്ട് നല്ല സുഖമുണ്ട്. സോ ഗൈസ്, അങ്ങനെ ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ ഏകദേശം 1:20 ആയപ്പോഴേക്കും ഹോട്ടലിലെത്തി. അപ്പോൾ ഏകദേശം 30 minutes ബ്രേക്ക് എടുത്തു. സോ ഓൾമോസ്റ്റ് ഒരു 40 minutes ആയിട്ട് നമ്മൾ ഇങ്ങനത്തെ റോഡിലാണ് പോണേ. നല്ല റോഡാണ്, ഫ്രീ റോഡ്. Now we took a small short break. ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 5 minutes ആയി. ബ്രേക്ക് എന്ന് വെച്ചാൽ ലൈക്ക് ടീ കോഫി ബ്രേക്ക് അല്ല, ജസ്റ്റ് എ സ്മോൾ വാട്ടർ ബ്രേക്ക്. ആൻഡ് അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ ഓൺ ദ വേ ടു കൊടൈക്കനാലാണ്. മോർ 120 kilometers ലെഫ്റ്റ്. റോഡ് ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. ലൈക്ക് വി ക്യാൻ റീച്ച് ഫാസ്റ്റ്ലി. ഇടയ്ക്കിടയ്ക്ക് ഈ പ്രോബ്ലം ഉണ്ട്. സ്പീഡ് ബ്രേക്കർ ഉണ്ട്, പിന്നെ ബാരിക്കേഷൻ വെച്ചിട്ടുണ്ട് ടു റെഡ്യൂസ് ദ സ്പീഡ്. പ്ലെയിൻ ഏരിയ ആണ്, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കംപ്ലീറ്റ് പ്ലെയിൻ ഏരിയ ആണ്. മിഡിലിൽ കൂടെ ഒരു റോഡ് ഇങ്ങനെ പോകും. ഐ ഹോപ്പ് ഗൂഗിൾ മാപ്സ് ഇസ് ഷോയിങ് ദ റൈറ്റ് വേ. കൊണ്ടേ പെടിക്കല്ല എൻ്റെ ഗൂഗിൾ ചേച്ചി. ഞങ്ങൾക്ക് ഓൾറെഡി ലേറ്റായിരിക്കുകയാണ് ഞങ്ങൾ. ഇനി ലേറ്റായ രാത്രി 12 പോലും എത്തില്ല. സോ നോക്കിക്കോളൂ, വി ആർ ഗോയിങ് ബിറ്റ്വീൻ ദ windmills. രാത്രിയൊക്കെ വന്നിരുന്നെങ്കിൽ പെട്ടുപോയനെ. വില്ലേജസൊക്കെ ഒരു മാറി ഞങ്ങൾ നോക്കുന്നുണ്ട്. ആരെയന്മാർ ഞങ്ങളുടെ വില്ലേജിൽ കയറി വന്നേക്കണേ. എന്ത് ചെയ്യാൻ പറ്റും ചേട്ടാ, ഗൂഗിൾ ചേച്ചിയുടെ പണിയല്ലേ ഇതൊക്കെ. താറാപുരം സാലൈ ഏത് റോഡാണോ പോകുന്നത്? ഐ തിങ്ക് ഇത് നമ്മളെ കൊണ്ടുപോയി കൊടൈക്കനാൽ മെയിൻ റോഡിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. ഞാൻ കൊടൈക്കനാൽ പോയിട്ടില്ല, ഇനി ഇതാണ് ഒരു മെയിൻ റോഡ് എന്ന് എനിക്കറിയില്ല. Wow, look at the windmill. How huge it is. So guys, still we are going through the same route. And look at the natural beauty of this place, man. So good, right? Well, saddle only you'll understand. So guys, for a change we swapped the bikes. I am riding the Enfield 350. There's my Garuda.
ഗൈസ് നമ്മൾ ലാസ്റ്റ് എത്തി. ലുക്ക് അറ്റ് ഹിയർ where we reached. Oh, Palani Muruga. You see that? That's the famous Murugan temple Palani. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്ത് അവിടെ എത്തി. നമ്മളിപ്പോൾ പോലീസ് ചെക്ക് പോസ്റ്റിൽ പെട്ടു. എന്താണെന്നറിയില്ല. ലൈക്ക് ദേ ആർ ടെല്ലിങ് ലൈക്ക് ഇ പാസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. ബട്ട് ഞങ്ങൾ ഇ പാസ് എടുത്തിട്ടുണ്ട്. ഐ എക്സ്പ്ലെയിൻ യു ഓൺ ദ വേ. എന്താ അവർ ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ പ്രോപ്പർ ഇ പാസ് ഒക്കെ എടുത്ത് വന്നതാണ്. അവർ പറയണു ബൈക്ക് ഓപ്ഷൻ ഇടണ്ടായിരുന്നു. പക്ഷേ ബൈക്ക് ഓപ്ഷൻ അതിൽ ഉണ്ടായിരുന്നില്ല. അതിലുണ്ടാകുന്ന കാറ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. കാറ് ഞാൻ ഇട്ടു. ഇപ്പം എന്താ അവരിങ്ങനെ പറയണേ? സോ ഗൈസ്, അങ്ങനെ ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഇന്ന് പോലീസ് പിടിക്കണേ. തമിഴ്നാട്ടിൽ ഉള്ള കുഴപ്പം അതാണ്, വേറെ സ്റ്റേറ്റിലെ വണ്ടികൾ കണ്ടു കഴിഞ്ഞാൽ അവർ പിടിച്ച്. അപ്പം അതുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ അവരെന്തെങ്കിലും ഒരെണ്ണം കണ്ടുപിടിക്കും. അവരെന്തെങ്കിലും ഒരു സാധനേ ഫൈൻ അടിക്കാൻ കണ്ടുപിടിക്കും അവന്മാർ. ഓക്കെ, സോ നമ്മൾ കൊടൈക്കനാലിൻ്റെ റോഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള റോഡ് കുറച്ചും കൂടിയും ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡാണ്. ഫോഗ് തുടങ്ങി. ആദ്യത്തെ ഹെയർ പെൻറ്റ് പോലും എത്തിയിട്ടില്ല, ഫോഗ് തുടങ്ങി. വാവ്, നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമെന്ന് അറിയില്ല, ബട്ട് അമേസിങ്. എൻ്റെ ഫ്യൂവൽ മീറ്റർ കണ്ടോ? Almost empty. I hope I reach till petrol bunk. And അതുകൊണ്ട് ഫ്യൂവൽ സേവിങ് ടിപ്സ് യൂസ് ചെയ്യണം എൻ്റെ ടു സേവ് മാക്സിമം ഫ്യൂവൽ. കുറവാണ് അവിടെ എത്തും തോന്നുന്നു. ഹൈ റിസ്ക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. കാരണം ഞാൻ റീഫ്യൂൽ ചെയ്യണമെന്ന് ആലോചിച്ച് വെച്ചിരുന്നതാണ്. ആ സമയത്ത് കറക്റ്റ് തമിഴ്നാട് പോലീസ് പിടിച്ച് അവിടെ ഒരു സീനായി. ആ സീൻ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആ പോലീസുകാരൻ പറഞ്ഞു പെട്ടെന്ന് വിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളി വിട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല. ഞങ്ങൾ പെട്ടെന്ന് വിട്ടു. കാരണം അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു സീനിയർ ഓഫീസറെ. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് വിട്ടു. റീഫ്യൂവലിൻ്റെ കാര്യം മറന്നുപോയി. ക്ലൈമറ്റ് ഭയങ്കര കൂളാണ്. ബട്ട് ഐ തിങ്ക് ഈക്വൽ ടു വയനാടാണ്. സോ ഞങ്ങൾ പിന്നെ പോലീസുകാർ പൊക്കി ഈ പാസിൻ്റെ കാര്യം പറഞ്ഞ്. ആൻഡ് സീ ദിസ് വാട്ടർഫാൾസ്. അവർ നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയല്ലേ? എഗെയിൻ ദ ഹണ്ട് ഫോർ ഫ്യൂവൽ പമ്പ് കണ്ടിന്യൂസസ്. ഞാൻ അതുകൊണ്ട് ഭയങ്കര ലോ ഗിയറിലിട്ടാണ് ഓടിച്ചുകൊണ്ടിരിക്കണേ. സോ 850 റുപ്പീസിന് ഞാൻ അടിച്ചു. ഫുൾ ടാങ്ക് ആക്കി. ഓ ബോയ്, ഇത്ര നേരത്തെ ഹണ്ട് ഫ്രം ഓൾമോസ്റ്റ് 2 hours, 2 to 2.5 hours ആയിട്ട്